സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് പോലില്ല കേട്ടോ ഡിസംബർ ആയത്. എന്ത് പെട്ടെന്നല്ലേ ടൈമൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മളെ ഇയറിൻ്റെ ഫൈനൽ മന്താണ്. ഇതോടെ കഴിഞ്ഞാൽ ഇനി ന്യൂ ഇയറാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതായിട്ട് ഒരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജേണൽ എന്ന് വെച്ചാൽ ഒരു വിൻഡി തീമിലായിരിക്കണമല്ലോ, കാരണം വിൻ്റർ ആണല്ലോ നമ്മളത്. അപ്പം നമ്മളവിടെ മഞ്ഞൊന്നും ഉണ്ടാവില്ല, കാരണം ഇവിടുത്തെ കൺട്രി വേറെയാണല്ലോ. അപ്പം ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതിനായിട്ട് ജേണലാണ് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ ക്രിസ്മസ് ട്രീ വരയ്ക്കുന്നുണ്ട്, പിന്നെ സോക്സ്, പിന്നെ ക്യാൻഡിൽ ക്രഷിൻ്റെ ഒരു വടിയില്ല, എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പം അവസാനം വരയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സോക്സും പിന്നെ ഒരു ബൾബൊക്കെ തൂക്കിയിട്ട് ഒരു മാല പോലെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഡിസംബറിന് എഴുതിയ കുറച്ച് തിക്കിൽ കൊടുക്കണം കേട്ടോ, നമുക്ക് അതിനുള്ള കളർ ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു ആളൊക്കെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അത് അതിൻ്റെ കേക്കൊക്കെ ചുടുന്നത് കാണലുണ്ട്. ഞാൻ കഥയിലൊക്കെ കേൾക്കാറുണ്ട്, പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഡിസംബറിന് കലണ്ടർ ഇല്ലാണ്ട് ജേണൽ ചെയ്തൊരു കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഒരു കലണ്ടർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തൊരു ഡെക്കറേഷനായിട്ട് സോക്സ് പോലെ ഒരു സംഭവം വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലൗസാണ് കേട്ടോ, ഹാൻഡിൽ നിന്ന് ഗ്ലൗസാണ്. പിന്നെ ഡിസംബർ കലണ്ടർ ഞാൻ SMTWT ഫ്രൈഡേ എന്നൊക്കെയുള്ള സാറ്റർഡേ എന്നൊക്കെയുള്ള ഷോർട്ട് ഫോം ഇല്ലേ, അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പെന്നോണ്ട് അതിൻ്റെ മുകളിൽ കൂടെ കട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഔട്ട്ലൈൻ വേണമല്ലോ കാണുമ്പോൾ, അല്ലാണ്ട് കളർ മാത്രം കൊടുത്താൽ പെൻസിലിൻ്റെ ഷെയ്ഡോ കൊടുങ്ങല്ലോ. അപ്പം ഞാൻ ഇതിങ്ങനെ പെന്നോണ്ട് കട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെൻസിലിൻ്റെ ഇത് വരാം ഞാൻ ഇറേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ ഒരു മേരി ക്രിസ്മസ് എന്നുള്ള ഒരു സംഭവം ഇല്ലേ, ഡോർമലൊക്കെ തൂക്കണേ, എന്താ അത് പറയുന്നത് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിസംബറിന് എഴുതിയതിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. നമ്മളെ മെയിൻ തീം വെച്ചാൽ റെഡും ഗ്രീനും ആണല്ലോ. അപ്പം ഞാൻ റെഡും ഗ്രീനും കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സാധനം ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും, പിന്നെ ഫൈനലാണല്ലോ, അപ്പോൾ ഈ ഇയർ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ അടുത്ത് റെഡ് സ്കെച്ച് ഇല്ലായിരുന്നു, ബ്രഷ് പെൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്കെച്ച് തന്നെ വെച്ചാണ് എല്ലാം കൊടുത്തത്. പിന്നെ മെയിനായിട്ട് ഞാൻ റെഡ് തന്നെ കേട്ടോ കൊടുത്തത്. റെഡാണല്ലോ പിന്നെയും ഒരു രസം ഗ്രീനേക്കാളും. ഗ്രീൻ നമുക്ക് എല്ലായിടത്തിലും കൊടുക്കാനാവില്ലല്ലോ. അപ്പോൾ ഞാൻ റെഡ്, പിന്നെ ഒരു ചെറിയ സംഭവമല്ലേ, എന്താണെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു. ആ ഒരു സംഭവമൊക്കെ ഞാൻ ഈ മേരി ക്രിസ്മസിൻ്റെ ചുറ്റും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട.